നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ LDFന്റെ വിജയസാധ്യതകൾ പങ്കുവച്ചുകൊണ്ട് അമ്പലപ്പുഴ MLA H. സലാം 9 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് പ്രചാരണ ആയുധമായി അവതരിപ്പിക്കുന്നത് എന്നും H. സലാം അമൃത ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ മുന്നണികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആലപ്പുഴയിൽ അമ്പലപ്പുഴ മണ്ഡലം ഏറെ വികസനം കണ്ട ഒരു 5 വർഷമാണ് കടന്നു പോകുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിജയപ്രതീക്ഷയും ഒപ്പം വികസന നേട്ടങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മളോട് പ്രതികരിക്കാൻ ഇപ്പോൾ അമൃത വാർത്തകൾക്കൊപ്പം അമ്പലപ്പുഴ MLA H. സലാം ചേരുന്നുണ്ട്. സലാമിക്ക, എങ്ങനെയാണ് ഒരു പ്രവർത്തനം, അതിൻ്റെ ഒരു 5 വർഷം നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നൊരു കാര്യം. അത് 5 വർഷം മാത്രമല്ല, 10 വർഷക്കാലം, 1-ാം പിണറായി സർക്കാർ 2-ാം പിണറായി സർക്കാരും കൂടി ചേർന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ വികസനത്തിൻ്റെ കുതിപ്പാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. പഴയ കാലത്തെല്ലാം ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പലപ്പോഴും വലതുപക്ഷം ആക്ഷേപിച്ച് പോകുന്നിരുന്ന കാര്യം ഇടതുപക്ഷ ഗവൺമെൻറ് ക്ഷേമം കാര്യമൊക്കെ നോക്കി പോകുന്നൊരു ഗവൺമെൻറ്റാണ്. ഒരു ഡെവലപ്മെൻറ്റ്സിലേക്ക് ശ്രദ്ധിക്കാത്ത ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ കാലത്തിനനുസൃതമായി മാറാത്ത ഒരു നില പലപ്പോഴും ഇടതുപക്ഷം കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ പദ്ധതി ഉണ്ടാവാറില്ല എന്നാണ്. എന്നാൽ ഇന്ന് 10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ അനുഭവം എല്ലാ മേഖലകളിലും ഒരു കാലത്തിന് അനുയോജ്യമായി സഞ്ചരിക്കുന്ന ഗവൺമെൻറ്റായി പിണറായി വിജയൻ ഗവൺമെൻറ് മാറി എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടി ഈ ഒരു നിയമസഭയിൽ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം സാധ്യത. ഇപ്പോൾ ജാഥയിൽ ഞങ്ങൾ പോയപ്പോൾ ഈ തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. കാര്യം ഈ പ്രാദേശികമായ ചില ഘടകങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ പ്രാദേശികമായ ചില സംഗതികളൊക്കെ ഇതിൻ്റെ ഒരു ഘടകങ്ങളാണ്, അത് നിങ്ങൾക്കറിയുമല്ലോ. പക്ഷേ ടോട്ടൽ വോട്ട് നമ്മൾ നോക്കുമ്പോൾ പഞ്ചായത്തിൽ ലഭിച്ച വോട്ട് നോക്കിയാൽ 4500 വോട്ടിന് മേലെ ഭൂരിപക്ഷമാണ്. അപ്പോൾ മുൻപും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമാണ് എല്ലാ പഞ്ചായത്തിനും നമുക്ക് ലഭിച്ചത്. ആലപ്പുഴ നഗരസഭ തന്നെ 1 സീറ്റ് വ്യത്യാസത്തിലാണ് UDF ജയിച്ചത്. ഇപ്പോൾ അതിൽ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ ഭാഗത്ത് ഉള്ള വാർഡുകളിൽ 12 LDFും 10 UDFുമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഭാഗത്ത് വരുന്ന 2 കൂടുതൽ LDFിനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ്. തദ്ദേശ ഇലക്ഷൻ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഘടകങ്ങളുണ്ട്. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുരാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരും. എല്ലാ നിലയ്ക്കും നമുക്ക് ഇപ്പോൾ 40 കേന്ദ്രങ്ങളിൽ പോയി നമ്മുടെ ജാഥ. ചിലയിടത്തെല്ലാം എനിക്ക് ഉള്ള അനുഭവം എന്ന് പറയുന്നത് ഈ 40 പോയിന്റിൽ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ചെയ്ത വികസന കാര്യം ഇതാണ് എന്ന് ചൂണ്ടിപ്പറയാൻ പറ്റുന്ന വികസന കാര്യം ഉണ്ടായി. ഒന്നുകിൽ റോഡ്, അല്ലെങ്കിൽ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു അംഗനവാടി, എന്തെങ്കിലും അവിടെ ഉണ്ടാവും. ഏത് പോയി സംസാരിച്ചാലും സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഈ വികസനത്തിന് തുടർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമാണെന്നറിയാം. എങ്കിൽ പോലും ഇതൊരു തുടർച്ച കൂടെ ഉണ്ടാകണമല്ലോ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയാണ് പൊതുവെ തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങളത് ആലോചിച്ചിട്ട് പോലും ഇതുവരെ ഒരു കമ്മിറ്റിയിലും, ഇപ്പോൾ ചില ചാനലുകാരൊക്കെ ഇങ്ങനെ ഇന്നയാളായിരിക്കും മറ്റേയാളായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു ആ റിപ്പോർട്ടർക്ക് തോന്നുന്നങ്ങ് പറയാം. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. റിപ്പോർട്ടറുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനത്ത് ഇന്നയാളായിരിക്കും, അതിന് വലിയ ആയുസ്സൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പ്രധാനമാണ്. വ്യക്തികളൊക്കെ പ്രധാന രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ വോട്ട് കണക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് മുൻപ് മത്സരിച്ച് ബഹുമാനപ്പെട്ട സുധാര സാറാണ്. ധാരാളം വികസന കാര്യം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് അവസാനം മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ട് 63,000 ചില്ലാന വോട്ടാണ്. 63,069 മറ്റാന്ന് തോന്നുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ട് 61,000 ചില്ലാനാണ്. എന്ന് വെച്ചാൽ ഒരു 2000 വോട്ട് ഡിഫറൻസേ ഉള്ളൂ ഞങ്ങൾ രണ്ടാൾ തമ്മിൽ ലഭിച്ച LDF വോട്ടിൻ്റെ വ്യത്യാസം. ഞങ്ങൾ തമ്മിലൊന്ന് വ്യക്തിപരമായി നിങ്ങൾ അളന്നു നോക്കൂ. എന്നെക്കാൾ എത്രയോ ഉയരത്തിലുള്ള ആളാണ്, എത്രയോ എക്സ്പീരിയൻസ് ഉള്ളതാണ്, എത്രയോ പ്രാവശ്യം വിജയിച്ചതാണ്, മന്ത്രിയായതാണ്. അപ്പോൾ അത്രയും വലിയ ഒരാളും ആദ്യമായി മത്സരിക്കാൻ വരുന്ന ഞാനും തമ്മിൽ വ്യത്യാസം 2000 വോട്ടിൻ്റെ അകലമല്ല ഉള്ളത്. പക്ഷേ പേഴ്സണൽ വോട്ടിന് വളരെ ചെറിയ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. പൊളിറ്റിക്കൽ വോട്ടാണ് പ്രധാനം. ആ രാഷ്ട്രീയ വോട്ട് ഉറപ്പിച്ച് അതിൻ്റെ കൂടെ പേഴ്സണലായി ആര് മത്സരിച്ചാലും ആ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ട് കൂടി ചേരുമ്പോഴാണ് ഇടതുപക്ഷം ജയിക്കാൻ കഴിയുന്നത്. വികസനത്തിൽ വോട്ടുണ്ട്. ആ വികസനത്തിന് നല്ല മര്യാദയ്ക്ക് LDF സർക്കാരിൻ്റെ ഭാഗമായി അമ്പലപ്പുഴയിൽ ഉൾപ്പെടെ വികസനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തിപരമായ നേട്ടത്തെക്കാളപ്പുറം ഒരു LDF സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ നേട്ടമാണ്. ആ നേട്ടമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ സംബന്ധമായി പാർട്ടി യഥാസമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. അതാണ് വികസനം എണ്ണി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുമെന്നതിനെയാണ് H. സലാം സൂചിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.